ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നൊരു സഹോദരി എന്നെ വിളിക്കുകയുണ്ടായി. ആ സഹോദരി ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണോ അതെയോ സ്വർഗത്തിലാണോ? സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അപ്പോൾ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഏതോ ഒരു സിസ്റ്റർക്ക് ഒരു വെളിപ്പാടുണ്ടാകുകയും ഒരു ദർശനമുണ്ടാകുകയും അങ്ങനെ മാർപ്പാപ്പ ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണ്, അദ്ദേഹത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന ചില ആഹ്വാനവുമായി ചില വീഡിയോകളും വരുന്നു. അപ്പോൾ എവിടെ ആയിരിക്കും അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുക എന്നുള്ളൊരു സംശയവുമായിട്ടാണ് ഒരു സഹോദരി എന്നെ വിളിക്കുകയുണ്ടായത്. ബ്രദറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നമ്മുടെ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ വിശുദ്ധരായി അങ്ങനെ എല്ലാം സഭ പ്രഖ്യാപിച്ചല്ലോ. എന്നിട്ട് ഒരു കന്യാസ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്പൊ ശുദ്ധീകരണ സ്ഥലത്താണെന്നും ജപമാല ചെല്ലാനും ആ കന്യാസ്ത്രീയോട് പറഞ്ഞെന്ന്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് വിശുദ്ധ ബൈബിൾ നമ്മളെക്കുറിച്ച്, ഒരു മനുഷ്യന്റെ അന്ത്യവിധിയെക്കുറിച്ച്, എവിടെയായിരിക്കും അവൻ മരണത്തിന്റെ അവസാനം അവനായിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വായിച്ചാൽ അത് മത്തായി സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായം 31 മുതൽ അവസാന വിധി എന്ന് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ ഒരു പ്രബോധനത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അന്ത്യവിധിയിൽ നമ്മൾ കത്തോലിക്കർ, നമ്മൾ വിശ്വാസികൾ എവിടെയായിരിക്കും? ദൈവത്തിൻ്റെ ഇടത് ഭാഗത്തായിരിക്കുമോ, ദൈവത്തിൻ്റെ വലത് ഭാഗത്തായിരിക്കുമോ, കോലാടുകളുടെ കൂട്ടത്തിലായിരിക്കുമോ, അതോ ചെമ്മരിയാടുകളുടെ കൂട്ടത്തിലായിരിക്കുമോ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാലത്താണ് നമ്മളായിരിക്കുക. 31 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, എല്ലാ ദൂതന്മാരോട് കൂടെ മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ചെമ്മരിയാടുകളെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് വിശപ്പ്, ദാഹം, പരദേശി, നഗ്നൻ, രോഗി, കാരാഗ്രഹം. ഇങ്ങനെ 6 കാര്യങ്ങൾ ചെയ്ത വ്യക്തിയെ ദൈവം വലതുഭാഗത്ത് നിർത്തും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ പലരും ഇതെല്ലാം ചെയ്യുന്നവനാണ്. ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ പോയി ഒരു വ്യക്തിയെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർ കുറവായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കാൻ, പരദേശിക്ക് ഒരു വാസസ്ഥലം കൊടുക്കാൻ, നഗ്നനാണെങ്കിൽ അവനെ ഉടുപ്പിക്കാൻ, രോഗിയാണെങ്കിൽ അവനെ സന്ദർശിക്കാൻ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ നന്മ പ്രവൃത്തികളും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഒരു പരിധിവരെ നമ്മൾ ക്രിസ്ത്യാനികൾ. പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്കരാണെങ്കിൽ 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു പെരുന്നാൾ വന്നാലും ഏതൊരു വിശേഷങ്ങൾ ആഘോഷങ്ങൾ വന്നാലും പള്ളിയിൽ പിരിവ് കൊടുക്കുക, എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ നേർച്ചകളും കാഴ്ചകളും, വെടിക്കെട്ടിന് ഏറ്റവും നല്ല രീതിയിൽ പിരിവ് കൊടുക്കാൻ, പെരുന്നാളിന് ഏറ്റവും നല്ല തുക കൊടുക്കുന്നത് എൻ്റെ കുടുംബമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇങ്ങനെ പലവിധ നേർച്ചകളാകട്ടെ കാഴ്ചകളാകട്ടെ, നോമ്പുകാല പിരിവ് പിന്നെ പറയാൻ വേണ്ട, ചാരിറ്റി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ, അനാഥ മന്ദിരങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് നമ്മളായിരിക്കാം. ഇങ്ങനെ എല്ലാ രീതിയിലും ആതുര സേവനങ്ങളും അനാഥാലയങ്ങളും നന്മ പ്രവൃത്തികളും ചെയ്യുന്ന നമ്മൾ എന്തായാലും ദൈവം വലതുഭാഗത്തായിരിക്കും നിർത്തുക എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഈ പ്രവൃത്തികളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ പ്രവൃത്തികളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വലതുഭാഗത്തായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ 2-3 ചോദ്യങ്ങൾ ബൈബിളിൻ്റെ മുഴുവനായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വരികയാണ്. അതിന് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവരാജ്യം ഒരുവന്റെ പ്രവൃത്തിയുടെ ഫലമാണോ? ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ എത്തുന്നത് ആ വ്യക്തിയുടെ പ്രവൃത്തിയുടെ അനന്തരഫലമാണോ? ഇതിന് ഉത്തരം തരേണ്ടത് ദൈവവചനമാണ്. വീണ്ടും അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, അതായത് ഈ ആതുര സേവനങ്ങളിൽ ഈ പ്രവൃത്തിയിൽ ഇപ്പോൾ നഗ്നനായി കണ്ടവനെ ഉടുപ്പിക്കുകയും കാരാഗ്രഹത്തിൽ കണ്ടവനെ അവനെ ആശ്വസിപ്പിക്കുകയും, ഇങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രവൃത്തിയിൽ എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ അവൻ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമോ? അവന് സ്വർഗം കിട്ടത്തില്ലേ? അവന് ദൈവരാജ്യം കിട്ടത്തില്ലേ? ഇനി മൂന്നാമത് മറ്റൊരു ക്വസ്റ്റ്യനും ഉണ്ട്. എൻ്റെ പ്രവൃത്തിയാലാണ് എങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്, ഞാൻ ദൈവരാജ്യം പ്രാപിക്കുന്നത് എൻ്റെ പ്രവൃത്തിയാലാണ് എങ്കിൽ നിർദോഷിയായ ഒരു പാപവും ചെയ്യാത്ത കർത്താവായ യേശു ക്രിസ്തു, ദൈവം തന്നെയായവൻ,
അവൻ ഈ ഭൂമിയിലേക്ക് വരികയും അവൻ കാൽവരിയിൽ ഒന്നും ഉരിയാടാതെ ഒരു വാക്കുപോലും ശബ്ദിക്കാതെ അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നത്, എനിക്ക് വേണ്ടി ക്രൂശിതനായത്, അതിന് നമുക്ക് എന്ത് നീതിയാണ് അല്ലെങ്കിൽ എന്ത് ന്യായീകരണമാണുള്ളത്? അതായത് എൻ്റെ പ്രവർത്തിയിലാണ് ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തുന്നതെങ്കിൽ അപ്പൊ യേശു, നിർദോഷിയായ ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായി എന്ന് പറയുന്നതിന് എന്ത് നീതിയാണുള്ളത്? ഈ 3 ചോദ്യത്തിന് നമ്മൾ ഈ വിഷയത്തിൽ ഈ ഒരൊറ്റ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ദൈവവചനം പറയുകയാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ, ഒരു വ്യക്തി ദൈവരാജ്യം നിത്യജീവൻ പ്രാപിക്കുന്നുവെങ്കിൽ, അവൻ കർത്താവിൻ്റെ വലതുഭാഗത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നുവെങ്കിൽ അവിടെ വചനം പറയുകയാണ്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദാനമാണ്. അപ്പോ വീണ്ടും പറയാം, അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഞാൻ കുറെ ആതുര സേവനം ചെയ്തു, അതുകൊണ്ട് എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് എന്നാരും വിശ്വസിക്കരുത്, വിചാരിക്കരുത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്ന് വ്യക്തമായിട്ട് വചനം പറയുകയാണ്. അതിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതായത് ഞാൻ എന്തെങ്കിലും സത്പ്രവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും നന്മ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ക്രിസ്തു എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം മുൻകൂട്ടി ചെയ്യാൻ ഒരുക്കിയ സത്പ്രവർത്തികൾ യേശു ക്രിസ്തുവിലൂടെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം മതി. അല്ലാതെ ഞാൻ അതിൽ അഹങ്കരിക്കാൻ പാടില്ല, എനിക്കതിൽ അഹങ്കരിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് ദൈവവചനം വ്യക്തമായി നമ്മളോട് പറയുന്നു. വീണ്ടും തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രക്ഷയെക്കുറിച്ച് വീണ്ടും അപ്പസ്തോലൻ പറയുക. തീത്തോസ് അതിന്റെ 3-ാം അധ്യായം 5-ാം വാക്യം, അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. അപ്പൊ എൻ്റെ നീതിയുടെ പ്രവൃത്തി കൊണ്ടോ, ഏതെങ്കിലും എൻ്റെ നന്മ പ്രവൃത്തി കൊണ്ടോ, എൻ്റെ കരവേല കൊണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ആണ് നിത്യജീവൻ പ്രാപിക്കുന്നത്, രക്ഷ പ്രാപിക്കുന്നത് എന്ന് ഒരുവൻ കരുതി കഴിഞ്ഞാൽ, ഒരുവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമായി മാറും. കാരണം ദൈവവചനം അതിന് നേർ വിപരീതമാണ് പറയുന്നത്. സൗജന്യമാണ്, ദാനമാണ്, നിന്റെ പ്രവൃത്തിയുടെ ഫലമല്ല, നിന്റെ ഏതെങ്കിലും നന്മയുടെ ഫലമല്ല നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ദൈവവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. അപ്പോ ഇവിടെ വചനം പറയുന്നു, നമ്മൾ നേരത്തെ കണ്ടു, നീ ഇന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുൻപ് നിനക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് യേശു പറയുന്നു. അപ്പൊ യേശു പറഞ്ഞതിന് ഘടക വിപരീതമാണോ അപ്പസ്തോലൻ പറയുന്നത്? വീണ്ടും ദൈവവചനം വ്യക്തമായിട്ട് മത്തായി സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം നമ്മളോട് പറയുന്നത്, മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു, അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. അപ്പൊ ഇവിടെ പ്രവൃത്തി ഒരു മാനദണ്ഡമായിട്ട് വെക്കുന്നു. വീണ്ടും ഇതാ അടുത്ത വചനം നോക്കിക്കഴിഞ്ഞാൽ റോമാലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, എന്തെന്നാൽ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. വീണ്ടും 2 കൊരിന്തോസ് അതിന്റെ 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. അപ്പോ ശരീരത്തിൽ ചെയ്ത ചില പ്രവർത്തികൾക്ക് അനുസൃതമായ ഒരു പ്രതിഫലമുണ്ട് എന്ന് പറയുന്നു. മനുഷ്യപുത്രൻ പറയുമ്പോൾ താങ്കളുടെ പ്രവർത്തിക്ക് അനുസൃതമായി പ്രതിഫലം നൽകുമെന്ന് യേശുക്രിസ്തു പറയുന്നു. വീണ്ടും റോമാലേഖനവും പറയുന്നു പ്രവർത്തിക്കനുസരിച്ച് ചില പ്രതിഫലങ്ങളുണ്ട് എന്ന്. വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായം 12-ാം വാക്യം ഇത് തന്നെ താങ്കളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകുമെന്ന് തന്നെ വചനം പറയുന്നു. അപ്പോ ഇവിടെ 4 പ്രധാനപ്പെട്ട വചനങ്ങളിലൂടെ പ്രവൃത്തി കൂടെ മാനദണ്ഡമാണ് എന്ന് പറയുന്നു. എന്നാൽ എഫേസ്യ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും അങ്ങനെ അനേക വചനങ്ങളിൽ നിന്റെ പ്രവൃത്തിയുടെ ഫലമല്ല, അത് ദാനമാണ്, ദാനമാണെങ്കിൽ പ്രവൃത്തിയെ പരിഗണിക്കാൻ പറ്റത്തില്ല എന്നുകൂടെ ഒരു വചനം കാണുന്നു. യേശു ക്രിസ്തു ഇടതും വലതുമായി തിരിക്കുമ്പോൾ അവിടെ ചില പ്രവൃത്തികളെ കുറിച്ചും പറയുന്നു. ആകെ കൂടെ നമുക്ക് കൺഫ്യൂഷനാവും. ഇതിലിപ്പോൾ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? പ്രവൃത്തിയാണോ നമ്മൾ ദൈവരാജ്യത്തിൽ എത്തുന്നത്? വിശ്വാസമാണോ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്നത്?
ഇത് വലിയൊരു പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഒരു കീറാമുട്ടിയായി, ഒരു ചിന്താക്കുഴപ്പമായി നിൽക്കുമ്പോൾ തന്നെ ബൈബിളിന് ഒരു ഉപദേശം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അത് ബൈബിളിന്റെ ആകത്തുകയാണ്. അല്ലാതെ ഒരു വാക്യം മാത്രം എടുത്തിട്ടല്ല നമ്മൾ അതിനൊരു ഉപദേശം സ്വീകരിക്കുക. ഏതെങ്കിലും ഒരു വാക്യം മറ്റൊരു വാക്യത്തിന് കോൺട്രഡിക്ഷൻ ആകരുത്. ഒരു വചനം പറഞ്ഞാൽ അത് മറ്റു വചനത്തിന് അത് കോൺട്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ മാത്രമാണ് ഒരു ഉപദേശം നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെയാണ് യാക്കോബിന്റെ ലേഖനം വ്യക്തമായി നമ്മളോട് പറയുന്നു. യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം പറയുന്നു, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നീ എന്നെ കാണിച്ചു തരിക. ഒരുവന് വിശ്വാസമുണ്ടെന്ന് പറയുകയും അവൻ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ ആ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ശരിയല്ല എന്ന് പറയുന്നു. അതായത് നമ്മളിപ്പോൾ ഒരുവൻ പറയാം ഞാൻ അണ്ണാന്റെ കുഞ്ഞാണ് എന്ന് പറയുക, അണ്ണാന്റെ കുഞ്ഞാണ് എന്ന് പറയുകയും എനിക്ക് മരം കയറാൻ അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നത് യാതൊരു വിധത്തിലും ഒരുമിച്ച് പോകത്തില്ല. കാരണം അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കേണ്ടതില്ല എന്ന് നമ്മൾ പൊതുവെ ഒരു നോർമലി പറയുന്ന ഒരു കാര്യമാണ്. എന്ന് പറയുന്ന പോലെ ഒരുവനിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ അനുസരണവും അതിന്റെ പ്രതിഫലനവും അതിന്റെ പ്രവൃത്തിയും ഉണ്ടാകും. അപ്പൊ എന്നിൽ വിശ്വാസം ഉണ്ടായാൽ ആ വിശ്വാസം യഥാർത്ഥമാണെങ്കിൽ അവന് പിന്നെ യാതൊരുവിധ പ്രതിബിംബവും ഇല്ല. അവൻ പ്രവർത്തിക്കും, അവന് യാതൊരുവിധ പ്രതിസന്ധിയില്ല, അവൻ പ്രഘോഷിക്കും, അവൻ ക്രിസ്തുവിനെ ഏറ്റുപറയും. അതാണ് വിശ്വാസി. ഇപ്പൊ ഒരു വിശ്വാസിയുടെ മുൻപിൽ ഒരു തോക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നീ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ യെസ് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ പറ്റണം. അതാണ് വിശ്വാസം. അല്ല തോക്ക് വരുമ്പോ, മരണം മുൻപിൽ വരുമ്പോ അയ്യോ ഞാൻ വിശ്വാസിയല്ലേ, ഞാൻ ക്രിസ്ത്യാനിയല്ലേ എന്ന് പറയുകയാണെങ്കിൽ അവന്റെ വിശ്വാസം വ്യർത്ഥമാണ്. കാരണം ആ വിശ്വാസം യാഥാർത്ഥ്യമല്ല. അപ്പോൾ വിശ്വാസത്തിനൊരു പ്രതിഫലനമുണ്ട്, വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയാകട്ടെ അത് നീതി പ്രവൃത്തിയാണ്. അവനൊരു നഗ്നനെ കണ്ടാൽ അവനെ ഓടി ഉടുപ്പിക്കും. അവൻ ഏത് തരത്തിലും ഇങ്ങനെ ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ കണ്ടാൽ അവൻ പ്രവർത്തിക്കും. അതൊരിക്കലും അവന്റെ പ്രവർത്തിക്കൊത്ത ഫലം നൽകുക എന്നുള്ളതല്ല, അവന്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു വിശ്വാസിയാണെന്ന് എൻ്റെ പ്രകടനത്തിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ മദർ തെരേസ, ആ മഹതിയായ സ്ത്രീ എന്താണ് ചെയ്തത്? ആ വ്യക്തിയുടെ പ്രവർത്തനത്തിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. അത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ വലിയ പ്രവർത്തികൾ മദർ തെരേസ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുവന് വിശ്വാസമുണ്ടെങ്കിൽ മറ്റെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കും, ക്രിസ്തുവിന് വേണ്ടി അവൻ സംസാരിക്കും. ഇങ്ങനെ പല രീതിയിൽ ഓരോരുത്തർക്കും എന്ത് കൃപയാണോ ലഭിച്ചത്, എന്ത് ദാനമാണോ ലഭിച്ചത്, എന്ത് താലന്താണോ അവന്റെ കയ്യിലുള്ളത്, ആ താലന്തിന് അനുസൃതമായ പ്രവർത്തികൾ അവനിൽ ഉണ്ടാകും. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാന വിധിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് തൊട്ടു മുൻപുള്ള കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് താലന്തുകളുടെ ഉപമയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് താലന്തുകളുടെ ഉപമ പറഞ്ഞതിന്റെ അനന്തരം ഇവിടെ അവസാന വിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആണ്. ദൈവം നിന്നെ ഒരു താലന്ത് ഏൽപ്പിച്ചു, ആ താലന്ത് നീ കുഴിച്ചിടരുത്, നീ അത് ഉപയോഗിക്കണം. നീ കുഴിച്ചിടുകയാണെങ്കിൽ നിന്നിൽ പ്രവൃത്തിയില്ല, നിന്റെ പ്രവൃത്തി ശൂന്യമാണ്. അവിടെ നിന്റെ വിശ്വാസത്തെ നീ എന്ത് ചെയ്യുന്നു? ത്യജിക്കുന്നു. എന്നാൽ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവനിൽ ലഭിച്ചിരിക്കുന്ന താലന്ത് അവൻ പ്രകടമാക്കും, അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉയർപ്പ് ഞായറാഴ്ച സാധാരണ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വഴിയരികിൽ ഭക്ഷണമില്ലാത്ത ആളുകളുടെ ഇടയിൽ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അപ്പം അങ്ങനെ ഈ ഉയർപ്പ് ഞായറാഴ്ച ഞങ്ങൾ ഒത്തിരി വീടുകളിൽ നിന്ന് ഭക്ഷണം ശേഖരിച്ചു. ഇങ്ങനെ തെരുവുകളിൽ ഭക്ഷണമില്ലാതെ കിടക്കുന്നവർക്ക് സന്തോഷകരമായി, കാരണം നമ്മളെ ഭവനങ്ങളിലൊക്കെ ഉയർപ്പ് ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ കോഴിയാകട്ടെ, പശുവാകട്ടെ, താറാവാകട്ടെ, ഇനി കിട്ടാവുന്ന നോൺ വെജ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു ഭവനത്തിൽ നിന്ന് നമ്മൾ ഒരു പൊതിച്ചോറ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ രീതിയിലുള്ള സുഭിക്ഷമായ ഒരു ഭക്ഷണമായിരിക്കും. അപ്പോൾ ഇങ്ങനെ തെരുവിൽ കൊണ്ടുവന്ന് കൊടുക്കാനൊരു തീരുമാനമെടുത്തു. അങ്ങനെ അനേക ഭക്ഷണ പൊതികൾ ഞങ്ങൾ ശേഖരിക്കുകയും ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് പെട്ടെന്ന്, അതായത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൊതിച്ചോറ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് തീർന്നു, പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചു. പക്ഷെ പിന്നീടുള്ള ഒരു വർഷം ഞങ്ങളൊരു തീരുമാനമെടുത്തു, നമ്മൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രം പോരാ, ഇത് എന്തിനെ പ്രതി കൊടുക്കുന്നു? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായി അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന സന്തോഷ വാർത്ത കൂടി അറിയിച്ചിട്ട് വേണം ഒരു പൊതിച്ചോറ് അവന് കൊടുക്കാൻ. ഇങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്തു. പ്രിയമുള്ളവരെ, ഈ തീരുമാനം എടുത്തതിൻ്റെ ആ ഒരു വർഷം ഞങ്ങൾ അനേക പൊതിച്ചോറുമായി ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനുകളിലും KSRTC സ്റ്റാൻഡുകളിലും ഇങ്ങനെ ഞങ്ങൾ പല സ്ഥലത്ത് ഇറങ്ങി നടന്നു. ഞങ്ങൾക്ക് ആളുകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപേ പലരും അവിടെ ഭക്ഷണം കൊടുത്തു. ആർക്കും വേണ്ടാത്തൊരവസ്ഥ വന്നു.
അല്ലെങ്കിൽ ഞങ്ങൾ ഈ പൊതിച്ചോറ് കൊണ്ട് കുറച്ചു നേരം ചുറ്റിക്കറങ്ങേണ്ട ഒരവസ്ഥ വന്നു. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ വചനം സ്വീകരിക്കാൻ ഒരുവനുമില്ലേ? ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തപ്പോൾ ആളുകൾ ഇത് സ്വീകരിക്കാൻ പോലും ഇല്ലാത്തത് എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിലും മറ്റ് പല സ്ഥലത്തും പല ആളുകളെ കാണുകയും അവരുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളവും ഒരു പൊതി ചോറും കൊടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, സ്നേഹിത, ക്രിസ്തു നിനക്ക് വേണ്ടി കൂടെ മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി കൂടെ കാൽവരിയിൽ ക്രൂശിതനായി, അതുകൊണ്ട് ആ യേശുവിനെ സ്നേഹിക്കുക, യേശുവിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും എന്നുകൂടെ പറഞ്ഞിട്ടാണ് ആ ഒരു പൊതിച്ചോറ് ഞങ്ങൾ അവിടെ കൊടുത്തത്. ചെയ്തൊരു പ്രവൃത്തിയെ നിങ്ങളുടെ മുൻപിൽ പറയുകയല്ല, രണ്ട് കാര്യങ്ങൾ, ഒരു തീരുമാനമെടുത്തപ്പോൾ അതിൽ വന്നൊരു പ്രതിസന്ധി കൂടെ പറയുകയാണ് എൻ്റെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, വചനം എന്താ പറയുന്നത്? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എന്താണ് നഗ്നത? ദൈവവചനത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ പരിശോധിച്ചാൽ ഒരുവൻ നഗ്നനാണ് എന്ന് പറയുന്നത് ആദമാണ് ആദ്യമായിട്ട്. അവൻ പാപം ചെയ്തപ്പോൾ തങ്ങൾ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരുവന്റെ പാപത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ ദൈവത്തിന്റെ സുവിശേഷം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ താലന്ത് കൊടുക്കാൻ നീ തീരുമാനിച്ചോ, അവിടെ നീ വലതുഭാഗത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാ. വീണ്ടും പറയുക, ഒരുവൻ പട്ടിണിയാ, കർത്താവ് പറയുന്നു, അന്നന്ന് വേണ്ട ആഹാരം നിനക്ക് ഞാൻ നൽകും. മനുഷ്യൻ ജീവിക്കുന്നത് നശ്വരമായ അപ്പം കൊണ്ട് മാത്രമല്ല, അനശ്വരമായ ദൈവവചനം കൊണ്ടാണ്. അപ്പൊ ദൈവവചനമാകുന്ന അപ്പം നീ അവന് കൊടുത്തോ, നിനക്ക് എത്ര ദിവസം അവന് പൊതിച്ചോറ് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും? ഒരുവന് ഭക്ഷണമില്ല, 365 ദിവസവും നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ 365 ദിവസവും ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി, യഥാർത്ഥ നിത്യജീവന്റെ വചനം നീ അവന് കൊടുത്താൽ അവന്റെ വിശപ്പ് മാറും. അവൻ അന്നു വേണ്ടുള്ള ആഹാരം അവന് കൊടുക്കുന്ന ദൈവം അവന് വേണ്ടി പുതിയ വാതിൽ തുറക്കും. മാനസാന്തരത്തിലേക്ക് അവൻ വരും. അവന് ദൈവവചനമാകുന്ന വാൾ അവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുമെന്നും കൂടിയാ പറയുന്നേ. എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ ദാഹം ഒരുവനുണ്ട്, ദാഹിക്കുന്നവന് നീ വെള്ളം കൊടുത്തോ? എന്താണ് ദാഹം? യഥാർത്ഥ ദാഹം ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ച് ഒരുവൻ ദാഹിക്കുന്നുവെങ്കിൽ, അതാണ് യേശു ക്രിസ്തു വ്യക്തമായിട്ട് ദേവാലയത്തിൽ വന്ന് പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ, ജീവജലത്തിന്റെ ഉറവ എന്നിലാണ് ഉള്ളത് എന്ന് യേശു വ്യക്തമായിട്ട് പറയുക. ഒരുവൻ പരദേശിയാണ്, സ്വന്തം ദേശത്ത് നിന്ന് അവൻ മാറി പാർക്കേണ്ടി വരുന്നു. അവൻ സ്വന്തം ദേശത്ത് നിന്ന് അവൻ പുറത്താക്കപ്പെടുന്നു. എവിടെയാണ് പുറത്താക്കപ്പെടുക? പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ അവൻ ആ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അവന് തിരിച്ചു കയറണമെങ്കിൽ അവനൊരു മാനസാന്തരം വേണം. അവിടെ വചനം കൊടുക്കുക, അവൻ മാനസാന്തരപ്പെടും. വീണ്ടും ഒരു രോഗി, ഒരു കാരാഗ്രഹം, ഇവിടെ എല്ലാം ഒരുവൻ അവന്റെ പാപത്തെ സൂചിപ്പിക്കുന്നു. കാരാഗ്രഹത്തിൽ പോകുന്നുവെങ്കിൽ അവൻ ഒരു പക്ഷേ ഒരു കളവ് ചെയ്യുകയോ ഒരു കൊലപാതകം ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് അവന്റെ ശിക്ഷയുടെ അനന്തരം വീണ്ടും അവൻ തിരിച്ചു വരും. ഒരുപക്ഷെ വീണ്ടും അവൻ പഴയ പാപത്തിലേക്ക് പോകും. എന്നാൽ കാരാഗ്രഹത്തിലുള്ള ഒരുവനോട് ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞാൽ അതവന് മാനസാന്തരത്തിനിടയാകുകയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അവന് മാറ്റമുണ്ടാകും. പല സോഷ്യൽ മീഡിയയിലൂടെ മദർ തെരേസയൊക്കെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ ആതുര സേവനത്തിന്റെ മറവിൽ അവർ ക്രിസ്തുവിനെ കൊടുത്തു. യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞത്, നീ ആതുര സേവനം ചെയ്യുക മാത്രമല്ല, കർത്താവിന്റെ സുവിശേഷം കൂടെ അതിൻ്റെ കൂടെ കൊടുക്കണം എന്ന് തന്നെയാണ്. അപ്പൊ യേശുവിനെ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് 365 ദിവസം ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ ആ വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ എന്നേക്കുമുള്ള രക്ഷ അവന് കാണാൻ പറ്റും. അപ്പൊ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, ദൈവരാജ്യം പ്രാപിക്കുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത് അവന്റെ ഏതെങ്കിലും ഒരു ഭൗതിക പ്രവൃത്തി കൊണ്ടല്ല. ആ ഭൗതിക പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ അവന്റെ വിശ്വാസത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. അതാണ് യാക്കോബ് ശ്ലീഹ വ്യക്തമായിട്ട് പറയുന്നത്, വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ പ്രവൃത്തിയില്ലാത്ത നിന്റെ വിശ്വാസത്തെ കാണിക്കുക. അതെങ്ങനെയാ? അത് അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തി കൂടെ ഉണ്ടാകണമെന്ന് വ്യക്തമായിട്ട് പറയുന്നത് അത് വിശ്വാസത്തിന്റെ തദനന്തരമാണ്. അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാമിന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രതിഫലനം അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷെ ബലി അർപ്പിച്ചില്ല, ബലി അർപ്പിക്കേണ്ടി വന്നില്ല. കാരണം അവന്റെ വിശ്വാസം അത്ര ശ്രേഷ്ഠമായിരുന്നു. അവന്റെ പ്രവൃത്തി കൊണ്ടല്ല, പക്ഷെ ആ പ്രവൃത്തിയാകട്ടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് എന്നുകൂടെ ഇവിടെ പറഞ്ഞു വെക്കുക. അപ്പോ ഒരു പ്രവൃത്തി ഇല്ലെങ്കിൽ ആ വിശ്വാസം അതിൽ തന്നെ നിർവീര്യമാണ്, നിർജീവമാണ്, മരിച്ച വിശ്വാസമാണ് എന്ന് വ്യക്തമായി ദൈവവചനം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു വിശ്വാസി അവന്റെ വിശ്വാസത്തിന്റെ പ്രതിഫലനമായ നന്മ പ്രവൃത്തികൾ ചെയ്യുകയും അതിന്റെ തദനന്തരം അവസാന വിധി നാളിൽ അവൻ കർത്താവിന്റെ ചെമ്മരിയാടുകളുടെ കൂട്ടത്തിലേക്ക്
അവൻ മാറ്റപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവരാജ്യത്തിന് അവകാശിയാകുകയും ചെയ്യും. അപ്പോൾ വിശ്വാസം വേണം. ആ വിശ്വാസത്തിൻ്റെ അനുസരണമാകുന്ന പ്രവൃത്തി അവനിൽ തനിയെ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമായി ഈ ഒരു മേഖലയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ പ്രവൃത്തി കൊണ്ട്, ആതുര സേവനം കൊണ്ട്, ഏതെങ്കിലും നന്മ പ്രവൃത്തി കൊണ്ട് മാത്രം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അവന് വിശ്വാസമാണ് പ്രാധാന്യം എന്നുകൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സഹോദരിയുടെ ചോദ്യമുണ്ട്, മാർപ്പാപ്പ എവിടെയായിരിക്കും? ദൈവരാജ്യത്തിലായിരിക്കുമോ അതെയോ അവിടെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമോ എന്നുള്ളത് കൂടെ നമ്മളത് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹവും ദൈവവുമായിട്ടുള്ള ബന്ധവും നമുക്ക് യാതൊരു വിധത്തിലും അളക്കാനോ നമുക്ക് പരിശോധിക്കാനോ സാധിക്കത്തില്ല. കാരണം അവസാന സമയത്ത് എന്തായിരിക്കും മാർപ്പാപ്പ ചെയ്തത്? ഏതെങ്കിലും പ്രവർത്തനത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? ഈ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവവുമായി നിരപ്പായിട്ടുണ്ടോ? ദൈവവുമായി അദ്ദേഹം അനുരഞ്ജനപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും വിലയിരുത്താൻ യാതൊരു മനുഷ്യനും സാധിക്കത്തില്ല. ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിനും ആ വ്യക്തിക്കും മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുവനും അത് വിധിക്കാൻ കഴിയത്തില്ല. മാർപ്പാപ്പ ശുദ്ധീകരണ സ്ഥലത്താണെന്നോ, അദ്ദേഹം ദൈവരാജ്യത്തിലാണെന്നോ, അതല്ലെങ്കിൽ അദ്ദേഹം നിത്യനരകത്തിലാണെന്നോ, ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചും, അത് മാർപ്പാപ്പയാകട്ടെ, സാധാരണ ഒരു വിശ്വാസിയാകട്ടെ, ഒരു പാപിയാകട്ടെ, ആര് തന്നെയായാലും അവനെ വിധിക്കുക നമുക്ക് അസാധ്യമാണ്. മനുഷ്യനെ വിധിക്കുന്നത് ദൈവമാണ്. അത് അവൻ്റെ പ്രവർത്തികളും അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കർത്താവ് അവസാന വിധി നാളിൽ കോലാടാണോ ചെമ്മരിയാടാണോ എന്ന് കർത്താവ് വിധി എഴുതും. ദൈവമാണ് വേർതിരിക്കുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന്, നീതിയുടെ സിംഹാസനത്തിന് മുൻപിൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യന് ചെയ്യാൻ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് യാതൊരു മനുഷ്യനെയും വിധിക്കുവാനോ എവിടെയെന്ന് തീരുമാനമെടുക്കുവാനോ നമുക്ക് സാധിക്കത്തില്ല. അത് ദൈവം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും മാത്രമാണ്. നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വസിക്കുക. കാൽവരിയിൽ ക്രൂശിതനായ എൻ്റെ യേശു, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ കാൽവരിയിലെ ക്രൂശീകരണം നീതിയുള്ളതാണ്, അതിൻ്റെ പാപങ്ങളുടെ പരിഹാരമാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കും. ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായ പ്രവൃത്തികൾ എന്നിൽ തനിയെ ഉണ്ടാകും. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിന് എവിടെയോ കുറവുണ്ട്. പെരുന്നാൾ നടത്തുന്നു, നോമ്പുകാല പിരിവ് കൊടുക്കുന്നു, പെരുന്നാളിൻ്റെ വെടിക്കെട്ട് നടത്തുന്നു, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ആതുര സേവനങ്ങൾ, നന്മ പ്രവർത്തികൾ, ചാരിറ്റി, അല്ലെങ്കിൽ കുറെ വിവാഹം ചെയ്ത് കുറെ പ്രവർത്തികളൊക്കെ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ നിന്റെ വിശ്വാസം വ്യർത്ഥമാണെങ്കിൽ, നിന്റെ വിശ്വാസം ശൂന്യമാണെങ്കിൽ ഈ പ്രവൃത്തി ഒന്നും നിന്നെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കത്തില്ല. ദൈവരാജ്യത്തിലേക്ക് എത്തിക്കാൻ പോകുന്നതല്ല ഈ പ്രവൃത്തി എന്നുള്ളത് ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തികൾ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാകുന്ന പ്രവർത്തികൾ നമ്മളിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മൾക്ക് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരിൽ ഒരുവനായി മാറാം. അതല്ലാതെ വെറുതെ നേർച്ച കാഴ്ചകളോ വെറും പ്രവർത്തികളോ മാത്രം ചെയ്ത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാമെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തികച്ചും ശൂന്യവും വ്യർത്ഥവുമാണെന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിന്മാറാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.